ഹായ് എവരി വൺ. നമ്മൾ ഇതിൽ നോക്കുന്നത് മൊഡ്യൂൾ 4 തന്നെ പാർട്ട് 2 ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പ്രോബ്ലംസ് വരെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നോക്കുന്നത് എലമെൻ്ററി പ്രൊഫൈൽ തൊട്ട് ബാക്കിയുള്ള പോർഷൻസ് ആണ്, സിലബസിൻ്റെ ബാക്കി പോർഷൻസ് ആണ്. ഇതിൽ ഫസ്റ്റ് തന്നെ എന്താണ് എലമെൻ്ററി പ്രൊഫൈൽ ഓഫ് എ ഡാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എലമെൻ്ററി പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അതൊരു തിയറട്ടിക്കൽ കൺസെപ്റ്റാണ്. ശരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ കൺസെപ്റ്റ് അല്ല, തിയറട്ടിക്കൽ കൺസെപ്റ്റാണ്. അതിൻ്റെ ഇതെന്ന് പറയുന്നത് ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി ഫോഴ്സ് അതർ ദാൻ ദ ഫോഴ്സ് ഡ്യൂ ടു വാട്ടർ ആൻ എലമെൻ്ററി പ്രൊഫൈൽ വിൽ ബി എ ട്രയാങ്കുലർ സെക്ഷൻ. നമ്മൾ ഈ ഇതിൽ കൺസിഡർ ചെയ്യുന്നത് വാട്ടറിൻ്റെ ഫോഴ്സ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ബാക്കി നമ്മളിപ്പോൾ ഫോഴ്സസ് ആക്ടിങ് ഓൺ ഡാംസിൽ പഠിച്ചു, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സസ് ഉണ്ട്. പക്ഷേ വാട്ടറിൻ്റെ ഫോഴ്സ് മാത്രം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ എങ്കിൽ നമുക്ക് എലമെൻ്ററി പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ് വരിക. ആ ഒരു ഷേപ്പിനെയാണ് നമ്മൾ എലമെൻ്ററി പ്രൊഫൈൽ എന്ന് പറയാം. അപ്പോൾ ഇതിൽ എലമെൻ്ററി പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്ടറിൻ്റെ പ്രഷർ മാത്രം കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഡാമിൻ്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ അതിനെയാണ് എലമെൻ്ററി പ്രൊഫൈൽ എന്ന് പറയുക. അത് ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും. അതിൻ്റെ മുകളിൽ 0യും താഴെ മാക്സിമം ബേസ് വിഡ്ത്ത് ബി എന്ന് പറയുന്ന മാക്സിമം ബേസ് വിഡ്ത്തും കൊടുത്തിട്ടുള്ള ഷേപ്പ് ആയിരിക്കും നമുക്ക് വരിക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പ് ഉണ്ടെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു വാട്ടർ മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാട്ടർ പ്രഷർ ഡയഗ്രാം എങ്ങനെയാണ്, ട്രയാങ്കുലർ ഷേപ്പിലാണ്, ഇതേപോലെ റൈറ്റ് ആംഗിൾ ഷേപ്പാണ്, അതായിരിക്കും ഇത് ആക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പം അത് മാത്രമാണെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് ട്രയാങ്കുലർ ഷേപ്പ് തന്നെ മതി എന്നാണ് പറയുന്നത്. ഇതേപോലെ താഴെ അപ്ലിഫ്റ്റ് പ്രഷർ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് അപ്ലിഫ്റ്റ് ഉണ്ടാവും. ഇവിടെ H ഹൈറ്റിലാണ് ഇവിടെ വാട്ടർ ഉള്ളത്. അതിൻ്റെ സെൻട്രോയിഡ് ആക്ട് ചെയ്യുന്നത് H/3, താഴേന്ന് H/3യിലാണ്. പിന്നെ അതേപോലെ ഇവിടെ റിസൾട്ടൻ്റ് ഫോഴ്സ് വരുന്നുണ്ട്. അതേപോലെ ഈ W എന്ന് പറയുന്നത് ഈ ട്രയാങ്കുലർ ഷേപ്പിൻ്റെ സെൽഫ് വെയിറ്റ് ആണ്. ഇത്രയും ഡാമിൻ്റെ ഇത് സെൽഫ് വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ടൻ്റ് ആണ് ഈ R എന്ന് പറയുന്നത്. B ബേസ് വിഡ്ത്ത് ആണ്. ഇത് അപ്ലിഫ്റ്റ് പ്രഷർ ഡയഗ്രാം ആണ്. അതിൻ്റെ ഇവിടെ മാക്സിമം വരുന്നത് C × Γ W × H ആണ്. H ഈ ഹൈറ്റ് എത്രയാണോ ആ H അത് ആക്ട് ചെയ്യുന്നുണ്ട് മുകളിലേക്ക്, അപ്ലിഫ്റ്റ് പ്രഷർ മുകളിലേക്കുണ്ട്. അതേപോലെ ഇതിൽ ടെയിൽ വാട്ടർ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് എലമെൻ്ററി പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് ബേസ് വിഡ്ത്ത് ഓഫ് ദ എലമെൻ്ററി പ്രൊഫൈൽ കണ്ടുപിടിക്കാനുണ്ട്. ഇത് ഡെറിവേഷൻ നിങ്ങൾ നോക്കിയിട്ടുള്ളതാണ്, ഞാൻ അയച്ചെന്ന PPT-യിലുണ്ട്. അപ്പോൾ അത് 2 കേസുകളിലാണ് നമുക്ക് 2 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. ഒരെണ്ണം നോ ടെൻഷൻ സ്ട്രെസ് ക്രൈറ്റീരിയ. അപ്പോൾ ഇതിൽ ടെൻഷൻ ഇല്ല എന്നുള്ളൊരു ക്രൈറ്റീരിയയിൽ അണ്ടറിൽ വരുമ്പോൾ ബേസ് വിഡ്ത്ത് നമുക്ക് കിട്ടുക B = H/√SC - SC ആണ്. SC എന്ന് പറയുന്നത് Γc/Γw ആണ്. യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് ഡിവൈഡ് ബൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. പിന്നെ നെക്സ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നോ സ്ലൈഡിങ് ക്രൈറ്റീരിയ. സ്ലൈഡിങ് ഇല്ല എന്നുള്ള ക്രൈറ്റീരിയ. അതിൽ ഒരു പുതിയ ടേം എന്നുള്ള ടേം കൂടി ഫ്രിക്ഷൻ്റെ കോഎഫിഷ്യൻറ്റും കൂടിയും അതിൽ എക്സ്ട്രാ വരും. അതാണ് ബേസ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ. ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അത് നമ്മുടെ ഞാൻ അയച്ചെന്ന PPT-യിലുണ്ട്. അത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ ഈ 2 ക്രൈറ്റീരിയ അണ്ടറിലുള്ള ബേസ് വിഡ്ത്ത് എന്താണെന്നുള്ളത് നോക്കണം. ഇനി പറയുന്നത് ഇങ്ങനെ എലമെൻ്ററി പ്രൊഫൈൽ ആണെങ്കിൽ അതിൽ വരുന്ന സ്ട്രെസ്സുകൾ നമ്മൾ പറഞ്ഞു. ഒരു ഗ്രാവിറ്റി ഡാം ആണെങ്കിൽ അതിൽ വരുന്ന 3 സ്ട്രെസ്സുകളാണ് ഇത്: നോർമൽ സ്ട്രെസ്, പ്രിൻസിപ്പൽ സ്ട്രെസ്, ഷിയർ സ്ട്രെസ്. നോർമൽ സ്ട്രെസ് Pn, പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ, ഷിയർ സ്ട്രെസ് ടോ. ഇനി ഈ സ്ട്രെസ്സുകൾ തന്നെ എലമെൻ്ററി പ്രൊഫൈൽ ആകുമ്പോൾ വരുന്ന ചേഞ്ചുകൾ എന്താണ്? മുന്നേ നമ്മൾ നോക്കിയത് നോർമൽ ഇക്വേഷൻസ് ആണ്, സാധാരണ ഉള്ള ഷേപ്പ് ആണെങ്കിൽ. ഇവിടെ എലമെൻ്ററി പ്രൊഫൈലായി, അങ്ങനെയാണെങ്കിൽ ഇതിന് വരുന്ന വ്യത്യാസം എന്താണ്? അപ്പോൾ എലമെൻ്ററി പ്രൊഫൈലായപ്പോൾ വന്ന വ്യത്യാസം എന്താണ്? ഇതിൽ വാട്ടർ പ്രഷർ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. വാട്ടർ പ്രഷറും ആ വരുന്ന സ്ട്രക്ചറിൻ്റെ സെൽഫ് വെയിറ്റും മാത്രം. പിന്നെ ഇതിൽ ടെയിൽ വാട്ടർ ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷൻസ് വരിക എന്നാണ്. അപ്പോൾ 2 കണ്ടീഷൻസാണ് നമുക്കുള്ളത്: ഫുൾ റിസർവോയർ ഫുൾ കണ്ടീഷനും റിസർവോയർ എംറ്റി കണ്ടീഷനും. റിസർവോയർ ഫുൾ എന്ന് പറയുമ്പോൾ അതിൽ വാട്ടറിൻ്റെ പ്രഷർ വരും. റിസർവോയർ എംറ്റി എന്ന് പറയുമ്പോൾ അതിൽ വാട്ടർ പ്രഷർ ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് കേസ് നോക്കുക, റിസർവോയർ ഫുൾ. ഇതിൽ 3 സ്ട്രെസ്സുകളും എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ നോർമൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് V/B × 1 ± 6E/B. അപ്പോൾ അതിൽ V എന്ന് കൊടുക്കുന്നത് എന്താ? സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ് ആണ്. അപ്പോൾ ഇതിൽ വരുന്ന വെർട്ടിക്കൽ ഫോഴ്സുകൾ ഏതാ? നമ്മുടെ സെൽഫ് വെയിറ്റ് W താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ മുകളിലേക്ക് അപ്ലിഫ്റ്റ് പ്രഷർ U ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഇതിൽ നമ്മൾ E എന്ന് പറയുന്നത് എസെൻട്രിസിറ്റി B/6 ആക്ട് ചെയ്യുന്ന കണ്ടീഷനാണ് എടുക്കുന്നത്.
അപ്പോൾ ഇക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് B/6 ആണ്. അപ്പോൾ ഇവിടെ വിക്ക് കൊടുക്കുക സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ W മൈനസ് യു. W സെൽഫ് വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നത് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന അപ്ലിഫ്റ്റ് പ്രഷർ ഡിവൈഡഡ് ബൈ B ഇൻറ്റു 1 പ്ലസ് 6/B ഇൻറ്റു ഇക്ക് B/6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ വരിക 2 ഇൻറ്റു W മൈനസ് യു ബൈ ബി അറ്റ് ടോ. അപ്പോൾ ടോയിലും ഹീലിലും ഉണ്ട്. ടോയിൽ എന്ന് പറയുമ്പോൾ 1 പ്ലസ് ഇക്വേഷൻ വരും, ഹീലിലാണെങ്കിൽ 1 മൈനസ് ഇക്വേഷൻ വരും. ഇനി ഇതിൽ നമ്മൾ യുവും വിയും എന്താണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഡബ്ല്യൂയും യുവും എന്താണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താ, ആ ട്രയാങ്കിളിൻ്റെ സെൽഫ് വെയിറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ മുന്നത്തെ ഇതിൽ കാണിച്ചു, ഈ ട്രയാങ്കിളിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് എത്രയായിരിക്കും, ട്രയാങ്കിൾ ഷേപ്പാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് B ആണ്, ഹൈറ്റ് H ആണ്. അതേപോലെ ഇൻറ്റു ഇതിൻ്റെ സെൽഫ് വെയിറ്റ്, കോൺക്രീറ്റിൻ്റെ സെൽഫ് വെയിറ്റ് ഗാമാസി. അപ്പോൾ അതാണ് ഇവിടെ വരുന്നത് ഹാഫ് ഇൻറ്റു B ഇൻറ്റു ഗാമാസി മൈനസ് മോളിലേക്ക് ആക്ട് ചെയ്യുന്ന അപ്ലിഫ്റ്റിൻ്റെ ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് ഇൻറ്റു ഇവിടെ B ആണ്. അതേപോലെ ഇവിടുത്തെ ഇത് പറയുന്നത് C ഇൻറ്റു ഗാമ ഡബ്ല്യൂൻ്റെ H ആണ്. അതാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഹാഫ് ഇൻറ്റു C ഇൻറ്റു ഗാമ ഡബ്ല്യു ഇൻറ്റു B. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടുക എങ്ങനെയാണ്, ഇത് ജസ്റ്റ് കട്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ SC എന്ന് പറയുന്നത് ഗാമ C ബൈ ഗാമ ഡബ്ല്യു ആണ്. അപ്പോൾ അതാണ്, അതിന് പകരമാണ് ഇവിടെ SC എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ കിട്ടുക H ഇൻറ്റു ഗാമ ഡബ്ല്യു ഇൻറ്റു SC മൈനസ് C അറ്റ് ടോയിൽ വരുന്നത്. ഹീലിലാണെങ്കിൽ എന്താ ഇക്വേഷൻ വരിക, ഇവിടെ 1 മൈനസ് 6E ബൈ B ആണ്. അപ്പോൾ 1 മൈനസ് പറയുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. 1 മൈനസ് 1 0 എന്ന് വരുന്നു. അപ്പോൾ നോർമൽ സ്ട്രെസ് അറ്റ് ഹീൽ 0 ആണ്. നോർമൽ സ്ട്രെസ് അറ്റ് ടോ എന്ന് പറയുന്നത് ഇതാണ്. ഇത് റിസർവോയർ ഫുൾ കണ്ടീഷൻ. അപ്പോൾ റിസർവോയർ ഫുൾ കണ്ടീഷനിൽ നോർമൽ സ്ട്രെസ്സുകൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി പ്രിൻസിപ്പൽ സ്ട്രെസ് കാണാനായിട്ട് പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താണ്, PN ഇൻറ്റു സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ഒരു P ടാൻ സ്ക്വയർ തീറ്റ എന്നൊരു ടേം ഉണ്ട്. അത് എന്തുകൊണ്ട് ക്യാൻസലായി പോയത്, ഇവിടെ ടെയിൽ വാട്ടർ ഇല്ല, അതുകൊണ്ട് ആ ടേം ക്യാൻസലായി പോയി. എന്ന് വെച്ചാൽ P എന്ന് പറയുന്നത് അവിടെ നിന്ന് വരുന്ന വാട്ടറിൻ്റെ പ്രഷറായിരുന്നു, അതില്ല, അത് ക്യാൻസലായി പോയി. അപ്പോൾ PN സീക്ക് സ്ക്വയർ തീറ്റയാണ്. PN എന്ന് പറയുന്നത് നോർമൽ സ്ട്രെസ്, അത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചത്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു സീക്ക് സ്ക്വയർ തീറ്റയ്ക്ക് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കണം. അതിന് ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ, എലിമെൻ്ററി പ്രൊഫൈലിൻ്റെ ട്രയാങ്കിൾ. ഇവിടെ H ആണ്, ഇവിടെ B ആണ്, ഇതാണ് തീറ്റ. അപ്പോൾ നമുക്ക് സീക്ക് തീറ്റ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, B/H ആണ് സീക്ക് തീറ്റയ്ക്ക് കിട്ടുക. അപ്പോൾ സീക്ക് സ്ക്വയർ തീറ്റേനെ നമ്മൾ എന്ത് എഴുതി, ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 എന്ന് എഴുതി. ടാൻ തീറ്റയാണ് B/H, ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻറ്റ്, അതാണ് ടാൻ തീറ്റ, അത് B/H. ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 സീക്ക് സ്ക്വയർ തീറ്റയ്ക്ക് നമ്മൾ എഴുതിയതാണ്. എന്നിട്ടിത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക H ഇൻറ്റു ഗാമ ഡബ്ല്യു ഇൻറ്റു SC മൈനസ് C പ്ലസ് 1 എന്നുള്ള ഇക്വേഷൻ കിട്ടി. ഇനി ഇതാണ് അവിടുത്തെ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ ടോ ഈക്വൽ ടു PN ടാൻ തീറ്റ. ഇത് മുന്നേ ചെയ്ത പോലെ PNൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതേപോലെ ടാൻ ഫൈ എന്ന് പറയുന്നത് B/H ആണ്, അത് തന്നെയാണ് 1/√SC മൈനസ് 1. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൽ ഈ വാല്യൂ ആണ് നമ്മൾ, ഇതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, മനസ്സിലായില്ലേ. B ഈക്വൽ ടു H/√SC മൈനസ് 1 നമ്മുടെ ബേസ് വിഡ്ത്ത് നോ ടെൻഷൻ ക്രൈറ്റീരിയയിൽ കണ്ടുപിടിച്ച ബേസ് വിഡ്ത്ത് ആണ്. അതിൽ B/Hന് പകരം നമുക്കപ്പോൾ എന്ത് ചെയ്താൽ B/H ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 1/√SC മൈനസ് 1 കിട്ടി. അങ്ങനെയാണ് ഇക്വേഷൻ കിട്ടിയത്. അതേപോലെ തന്നെയാണ് അവിടെയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. B/Hന് പകരം 1/√SC മൈനസ് C അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടുക ടോ ഈക്വൽ ടു H ഇൻറ്റു ഗാമ ഡബ്ല്യു √SC മൈനസ് C. ഇനി നമ്മൾ ഇത് രണ്ടും കണ്ടുപിടിച്ചത് ഹീലിലാണ് നോർമൽ സ്ട്രെസ് ഉള്ളത്. ഇനി ടോയിൽ എന്താണ്, നോർമൽ സ്ട്രെസ് 0 ആയ കാരണം പ്രിൻസിപ്പൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും ഇല്ല. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ നോർമൽ സ്ട്രെസ്സാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് അല്ലേ. നോർമൽ സ്ട്രെസ് ടോയിൽ 0 ആയ കാരണം പ്രിൻസിപ്പൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും അവിടുത്തെ ഇല്ല. അപ്പോൾ നമ്മൾ 3 സ്ട്രെസ്സുകളും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് റിസർവോയർ എംപ്റ്റി കണ്ടീഷൻ. When the reservoir is empty, the only force acting will be the weight. ഇപ്പോൾ റിസർവോയർ എംപ്റ്റി എന്ന് പറയുമ്പോൾ എന്താ, അവിടെ നിന്ന് വരുന്ന വാട്ടർ പ്രഷർ ഇല്ല, അതേപോലെ താഴെ നിന്നുള്ള അപ്ലിഫ്റ്റ് പ്രഷർ ഇല്ല. ബാക്കിയുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ വെയിറ്റ് ആണ്. അത് അതിൻ്റെ 1/3 തന്നെയാണ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവിടുത്തെ മാക്സിമം കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് W/B എന്ന് വെച്ച് കഴിഞ്ഞാൽ V/B ഇൻറ്റു 1 പ്ലസ് 6E/B. അതിൽ
വെയിറ്റ് എന്ന് പറയുന്നത് വി വെർട്ടിക്കൽ ഫോഴ്സ് ആകെയുള്ളത് ഡബ്ല്യു മാത്രമാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ഇക്വേഷൻ 2W/B എന്ന് വരും. 1 മൈനസ് ടോല് കാണുമ്പോൾ 1 മൈനസ് ആണ് ഇക്വേഷൻ, അപ്പോൾ ഇവിടെ 0 ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് ഇതിലുള്ളത് റിസർവോയർ എം ടി കണ്ടീഷനും ഉണ്ട്, റിസർവോയർ ഫുൾ കണ്ടീഷനും ഉണ്ട്. റിസർവോയർ ഫുൾ കണ്ടീഷനിൽ ഈ 3 സ്ട്രെസ്സുകൾ കണ്ടുപിടിക്കണം. ആദ്യം നോർമൽ സ്ട്രെസ് കണ്ടുപിടിക്കുക. ഈ നോർമൽ സ്ട്രെസ് കണ്ടുപിടിച്ചിട്ടാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും കണ്ടുപിടിക്കേണ്ടത്. നോർമൽ സ്ട്രെസ് ടോല് മാത്രമേ ഉള്ളൂ, ഹീലില് 0 ആണ്. അത് കാരണം ഈ രണ്ടും നമ്മളെ ഇത് 0 ആയിപ്പോയി. ഹീലില് ഈ രണ്ടും 0 ആയിപ്പോയി. ടോല് മാത്രമാണ് ഈ 3കളും ഉണ്ടാവുള്ളൂ, ഈ 3 സ്ട്രെസ്സുകളും ഉള്ളത്. ഓക്കെ, ഇനി റിസർവോയർ എം ടി കണ്ടീഷനിൽ ആകെ ഈ കംപ്രസീവ് സ്ട്രെസ് നോർമൽ സ്ട്രെസ്സുകൾ മാത്രമേ ഉള്ളൂ, പ്രിൻസിപ്പൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും ഒന്നും ഇല്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഹൈറ്റ് ഓഫ് ഗ്രാവിറ്റി ഡാം ആണ്. അപ്പോൾ നമ്മൾ മുന്നത്തെ സ്റ്റെപ്പിൽ പ്രിൻസിപ്പൽ സ്ട്രെസ് അറ്റ് ടോ കണ്ടുപിടിച്ചു. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു, σ1 = ഗാമ എച്ച് ഗാമ ഡബ്ല്യു ഇൻറ്റു SC - C + 1 എന്നുള്ളത്. ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ആകെയുള്ള വേരിയബിൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ H ആണ്, ഹൈറ്റ് മാത്രമാണ്. ബാക്കി എല്ലാ ടേംസിൻ്റെ കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. അപ്പോൾ ഹൈറ്റ് മാറുന്നതിനനുസരിച്ചിട്ടാണ് അവിടുത്തെ പ്രിൻസിപ്പൽ സ്ട്രെസ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര ഹൈറ്റ് കൊടുത്തോ അതനുസരിച്ചിട്ട് പ്രിൻസിപ്പൽ സ്ട്രെസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അതിനൊരു ലിമിറ്റ് വേണം അല്ലേ? പ്രിൻസിപ്പൽ സ്ട്രെസ് ഒരു ലിമിറ്റ് വിട്ട് കൂടാൻ പാടില്ല, ഒരു മാക്സിമം ഒരു വാല്യൂ ഉണ്ട്, അത്രേ വരാൻ പാടുള്ളൂ. അതിന് കറസ്പോണ്ടിങ് ഹൈറ്റ് നമുക്ക് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ദ മാക്സിമം വാല്യൂ ഓഫ് ദിസ് പ്രിൻസിപ്പൽ സ്ട്രെസ് ഷുഡ് നോട്ട് എക്സീഡ് ദ അലവബിൾ സ്ട്രെസ് സിഗ്മ പെർമിസിബിൾ ഓഫ് ദ മെറ്റീരിയൽ. ഓരോ മെറ്റീരിയലിനും അതിൻ്റെതായ അലവബിൾ സ്ട്രെസ് ഉണ്ട്. അപ്പോൾ ആ സ്ട്രെസ്സിനേക്കാളും അവിടുത്തെ പ്രിൻസിപ്പൽ സ്ട്രെസ് കൂടാൻ പാടില്ല. അതാണ് മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ പെർമിസിബിൾ തന്നെ ആയിരിക്കണം, അതിനും കൂടാൻ പാടില്ല. അതിന് കറസ്പോണ്ടിങ് നമുക്ക് കിട്ടുന്ന ഹൈറ്റിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഹൈറ്റ് എന്ന് പറയുക. അതിനെയാണ് നമ്മൾ H ലിമിറ്റ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഈ പ്രിൻസിപ്പൽ സ്ട്രെസ്സിന് പകരം ഈ സിഗ്മ പെർമിസിബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇക്വേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഹൈറ്റ് കിട്ടും. ഇവിടുത്തെ പ്രിൻസിപ്പൽ സ്ട്രെസ് അവിടുത്തെ അലോബിൾ സ്ട്രെസ്സിനോട് ഈക്വൽ ആയി കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഹൈറ്റ് എത്രയാണ്, അതാണ് അവിടുത്തെ ലിമിറ്റിംഗ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ H ലിമിറ്റ് കാണുന്ന ഇക്വേഷൻ ആണ് H ലിമിറ്റ് = സിഗ്മ പെർമിസിബിൾ ഡിവൈഡഡ് ബൈ ഇതിന് പെർമിസിബിൾ സ്ട്രെസ്സും H-നെ H ലിമിറ്റ് എന്നും കൊടുത്തു. അപ്പോൾ ഇത് കാണുന്ന ഇക്വേഷൻ ഇതൊക്കെ അങ്ങോട്ട് പോയി, അതാണ് സിഗ്മ പെർമിസിബിൾ ഡിവൈഡഡ് ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു SC - C + 1 ഇക്വേഷൻ ഉണ്ട്. ഇത് പ്രോബ്ലം ചോദിക്കാറുണ്ട്. നമുക്ക് ഈ പെർമിസിബിൾ സ്ട്രെസ് തരും, അതേപോലെ ഈ വാല്യൂസ് ഒക്കെ തരും. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് H ലിമിറ്റ് എത്രയാണ് വരിക എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. എത്രയാണ് അവിടുത്തെ ആ ഡാമിന് കിട്ടേണ്ട ലിമിറ്റിംഗ് ഹൈറ്റ് എന്ന് ചോദിക്കും. അങ്ങനത്തെ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ H ലിമിറ്റ് കാണുമ്പോൾ നമ്മൾ സാധാരണ C സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറില്ലേ? C നമ്മൾ 0 ആണ് കൊടുക്കാറ്. അപ്പോൾ ഈ ടേം ഇല്ലാണ്ടായി പോയി. അങ്ങനെയാണ് ഇക്വേഷൻ H ലിമിറ്റ് = സിഗ്മ പെർമിസിബിൾ ഡിവൈഡഡ് ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു SC + 1. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട്, ഇതൊക്കെ കോൺസ്റ്റന്റ് വാല്യൂസ് ആയിരിക്കും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ H ലിമിറ്റ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ. ഇതാണ് നമ്മുടെ എലമെന്ററി പ്രൊഫൈൽ എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ഹൈറ്റിനെയാണ് H ലിമിറ്റ് എന്ന് പറയുക. ഇനി ഈ H ലിമിറ്റിനേക്കാളും ചിലപ്പോൾ ഡാമിൻ്റെ ഹൈറ്റിനെയാണ് H എന്ന് പറയുന്നത്. ആ ലിമിറ്റ് ചിലപ്പോൾ ആ ലിമിറ്റിനും കൂടാം അല്ലെങ്കിൽ ആ ലിമിറ്റിനും കുറയാം. ഇപ്പോൾ നമ്മൾ ഹൈറ്റ് നമുക്ക് വേറെ ഫാക്ടേഴ്സ് ഒക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ H ലിമിറ്റിനേക്കാളും കൂടുതൽ ഹൈറ്റ് കൊടുക്കേണ്ട കേസുകൾ ചിലപ്പോൾ വരും. അങ്ങനെ ഈ H ലിമിറ്റിനേക്കാളും ഹൈറ്റ് കുറവുള്ള ഡാംസിനെ നമ്മൾ ലോ ഗ്രാവിറ്റി ഡാം എന്നും, അതേപോലെ H ലിമിറ്റിനേക്കാളും കൂടുതലുള്ള ഹൈറ്റ് ആണെങ്കിൽ അതിനെ ഹൈ ഗ്രാവിറ്റി ഡാം എന്നുമാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ H ലിമിറ്റ് എന്ന് പറയുന്നതാണ് നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന പെർമിസിബിൾ ആയിട്ടുള്ള ലിമിറ്റ്. അതിനും ലിമിറ്റ് കുറവുള്ള ഡാംസ് ആണെങ്കിൽ ലോ ഗ്രാവിറ്റി ഡാം ആണ്. അതിനും കൂടുതൽ ഹൈറ്റ് ഉള്ളതാണെങ്കിൽ ഹൈ ഗ്രാവിറ്റി ഡാംസ് ആണ്. ഓക്കെ, അപ്പോൾ കോൺക്രീറ്റ് ഡാം ആണെങ്കിൽ SC എന്ന് പറയുന്നത് 2.4ഉം സിഗ്മ പെർമിസിബിൾ 3.3 ആണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ലിമിറ്റിംഗ് ഹൈറ്റ് എന്ന് പറയുന്നത് 88 മീറ്റർ ആണ് വരിക. ഇനി ഈ
ഹൈറ്റിനേക്കാളും കൂടുതൽ ഹൈറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ സ്ലോപ്പുകൾ ഡൗൺ സ്ട്രീമിലും അപ്പ് സ്ട്രീമിലും കൊടുക്കണം. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇതുവരെയാണ് എച്ച് ലിമിറ്റ്, മാക്സിമം കൊടുക്കാൻ പറ്റാവുന്ന ലിമിറ്റ്. പക്ഷേ ഈ ഡാമിന് ഇതിനേക്കാൾ കൂടുതൽ ഹൈറ്റ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അപ്പ് സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും ഇതിൻ്റെ സ്ലോപ്പ് ഒന്ന് കൂട്ടിക്കൊടുത്ത് വേറൊരു സെക്ഷൻ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പല ഡാമിൻ്റെ സെക്ഷനിലും കാണുമ്പോഴും ഒരു ഇതുവരെ അപ്പ് സ്ട്രീമിൻ്റെ ഇത് വെർട്ടിക്കൽ, പിന്നെ ഒരു വേറൊരു സ്ലോപ്പ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ഇത്. ഈ പോർഷന് പറയുന്നത് ഹൈ ഗ്രാവിറ്റി ഡാം സോണാണ്. ഇവിടം വരെ എന്ന് പറയുന്നത് ലോ ഗ്രാവിറ്റി ഡാം ആയിരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഹൈറ്റ് നമുക്ക് കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നു. അങ്ങനെ നമ്മൾ കൂടുതൽ ഹൈറ്റ് കൊടുത്തു. അപ്പോൾ നമുക്ക് അപ്പ് സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും എക്സ്ട്രാ സ്ലോപ്പുകൾ നമ്മൾ കൊടുത്തു. അങ്ങനെയാണ് ഈ ഷേപ്പ് ഇങ്ങനെ വന്നത്. ഇനി ഈ എലമെന്ററി പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പ്രാക്ടിക്കലായിട്ട് കൊടുക്കാൻ പറ്റാവുന്ന ഷേപ്പ് അല്ല. എന്താണ് ഇത്? റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഷേപ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ എലമെന്ററി പ്രൊഫൈലിനെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ കൊടുക്കുമെന്ന് നോക്കുകയാണ്. അതിനെയാണ് പ്രാക്ടിക്കൽ പ്രൊഫൈൽ ഓഫ് എ ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത്. എലമെന്ററി പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു ട്രയാംഗിൾ ഷേപ്പാണ് വിത്ത് 0 വിഡ്ത്ത് അറ്റ് ദ ടോപ്പ്. ഒരു ഡാമിന്റെ ടോപ്പിൽ 0 വിഡ്ത്ത്. പക്ഷെ അത് ഒട്ടും പ്രാക്ടിക്കൽ അല്ല. നമുക്ക് നോക്കിയാൽ കാണാം, നമ്മൾ പല ഡാമുകളിലും ഡാമിന്റെ മുകളിൽ കൂടെയാണ് നമ്മൾ നടക്കാറ്. ഇപ്പൊ പീച്ചി ഡാമോ അല്ലെങ്കിൽ ഏത് ഡാമിലായാലും മുകളിൽ കൂടെ നമുക്ക് നടന്ന് കാണാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. അത് അവിടെ ഒരു ടോപ്പ് വിഡ്ത്ത് ഉള്ള കാരണമാണ് നമുക്ക് അതിന്റെ മുകളിൽ കൂടെ നടന്ന് കാണാൻ പറ്റാവുന്നത്. അതിന്റെ ടോപ്പ് 0 അല്ലെങ്കിൽ ഷാർപ്പ് എൻഡ് ആണെങ്കിൽ നമുക്ക് അതൊന്നും നടന്ന് കാണാനൊന്നും പറ്റില്ല. അപ്പൊ എപ്പോഴും അവിടെ അതിന്റെ ടോപ്പ് വിഡ്ത്ത് നമുക്ക് കൊടുക്കണം ഡാമിന്. അതേപോലെ ഫ്രീ ബോർഡും കൊടുക്കണം. ഇപ്പൊ നമ്മൾ മുന്നത്തെ എലമെന്ററി പ്രൊഫൈലിൽ കണ്ടപ്പോൾ ആ ഷാർപ്പ് എൻഡ് വരെ വാട്ടർ വരാവുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത്. പക്ഷെ അതൊട്ടും പ്രാക്ടിക്കൽ അല്ല. ഏറ്റവും ടോപ്പ് വരെ ഡാമിന്റെ വെള്ളം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില കേസുകളിൽ ഓവർഫ്ലോ ചെയ്തു പോകും. അങ്ങനത്തെ പല കേസുകളും വരും. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ഫ്രീ ബോർഡ്, വാട്ടറിന്റെ ലെവലും ഡാമിന്റെ ടോപ്പ് നമ്മൾ ഫ്രീ ബോർഡ് നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് എലമെന്ററി പ്രൊഫൈൽ കൊടുക്കാൻ പറ്റില്ല. അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് വേണം നമുക്ക് പ്രാക്ടിക്കൽ പ്രൊഫൈൽ കൊടുക്കാൻ. അതിൽ മോഡിഫിക്കേഷൻ വരുത്തേണ്ട 3 കാര്യങ്ങളാണ് ഫ്രീ ബോർഡ് നമുക്കവിടെ കൊടുക്കണം. അതേപോലെ ടോപ്പ് വിഡ്ത്ത് ഓർ റോഡ് വേ അറ്റ് ദ ടോപ്പ്, മുകളിൽ ഒരു ടോപ്പ് വിഡ്ത്ത് കൊടുക്കണം. അതേപോലെ അഡീഷണൽ ലോഡ്സ് ഡ്യൂ ടു റോഡ് വേ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഷേപ്പുകൾ വ്യത്യാസം വരുത്തണം. കൂടുതൽ ലോഡ് വരികയാണ്, അപ്പൊ അതിനനുസരിച്ചുള്ള ഷേപ്പ് നമ്മൾ മാറ്റി കൊടുക്കണം. അപ്പൊ അങ്ങനെ കൊടുക്കണതിനാണ് നമ്മൾ പ്രാക്ടിക്കൽ പ്രൊഫൈൽ എന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രാക്ടിക്കൽ പ്രൊഫൈലിൽ വരുന്ന ഷേപ്പ്. Thus, due to the provisions of freeboard and topwood, some concrete is to be provided to the upstream side and some concrete is removed from the downstream side to eliminate the tension or to economize. അപ്പോൾ ഇവിടെ എക്സ്ട്രാ നമുക്ക് അപ്സ്ട്രീമിൽ എക്സ്ട്രാ സ്ലോപ്പ് കൊടുക്കും വേണം. അതേപോലെ ഡൗൺ സ്ട്രീമിൽ സ്ലോപ്പ് നമുക്ക് കുറച്ച് കൊടുക്കും വേണം. അതേപോലെ ഇവിടെ നമ്മൾ ടോപ്പ് വിഡ്ത്ത്, ഈ ഡോട്ടഡ് ലൈൻസ് ആണ് നമ്മുടെ എലമെന്ററി പ്രൊഫൈൽ. ഇങ്ങനെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഡോട്ടഡ് ലൈൻസിൽ കൂടെ ഉള്ള ഇതായിരുന്നു നമ്മുടെ ആദ്യമുള്ള പ്രൊഫൈൽ എന്ന് പറയുന്നത്. അതിന് നമ്മൾ മാറ്റങ്ങൾ വരുത്തിയത് എന്താ? ഇവിടെ ഒരു ടോപ്പ് വിഡ്ത്ത്, ടി എന്ന് പറയുന്ന ടോപ്പ് വിഡ്ത്ത് കൊടുത്തു. അതേപോലെ ഇവിടെ ഫ്രീ ബോർഡ് കൊടുത്തു. എന്നുവെച്ചാൽ വാട്ടർ ലെവൽ തമ്മിൽ ഇത്ര ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. പിന്നെ കൊടുത്തത് ഇവിടെ എക്സ്ട്രാ ഒരു പോർഷൻ അപ്സ്ട്രീമിൽ കൊടുത്തു. അതേപോലെ ഇവിടെ സ്ലോപ്പ് ഇത് നമ്മളൊന്ന് കുറച്ച് കൊടുത്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ഇനി ഇതിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, പ്രാക്ടിക്കൽ പ്രൊഫൈൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയൊരു ക്വസ്റ്റ്യൻ വരും. അപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇവിടുത്തെ ലെവലുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. പക്ഷേ ഈ വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ ടി തന്നിട്ടുണ്ടാവും, പക്ഷേ എവിടെയാണ് ഇതിൻ്റെ കർവ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ടി ഈക്വൽ ടു 0.14 ആണ്. പിന്നെ എവിടെ തൊട്ടാണ് ഈ സ്ലോപ്പ് തുടങ്ങേണ്ടത്? അത് വന്ന് 2t ഡിവൈഡഡ് ബൈ റൂട്ട് SSC ആണ്. അതേപോലെ എവിടെയാണ് ഈ സ്ലോപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇത് സ്മോൾ എച്ച് ആണ്. പിന്നെ ബേസ് വിഡ്ത്ത് എത്രയാണ്? ബേസ് വിഡ്ത്ത് കാണാൻ h ബൈ റൂട്ട് SSC. അതേപോലെ ഈ വിഡ്ത്ത് എത്രയാണ് കൊടുക്കേണ്ടത്? ഇതൊക്കെ എക്സ്ട്രാ നമ്മൾ ഡിസൈൻ ചെയ്യണം. അപ്പോൾ സ്മോൾ എച്ച് ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അതേപോലെ ടോപ്പ് വിഡ്ത്ത് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി വാല്യൂസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഇക്വേഷൻ വെച്ചിട്ട്. അതാണ് പ്രാക്ടിക്കൽ പ്രൊഫൈൽ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഈ ഇത്ര വാല്യൂസ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുക, എന്നിട്ട് ഫിഗർ വരയ്ക്കുക, അത് അതിൽ മാർക്ക് ചെയ്യുക. എക്സ്ട്രാ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ വിഡ്ത്തുകളാണ് എവിടെയൊക്കെയാണെന്നുള്ളത് അതിൽ മാർക്ക് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ പോർഷൻ ഇതിൽ വരുന്നത് തിയറി പോർഷൻസ് ആണ്. ഷാഫ്റ്റ്, കീ, അതേപോലെ വാട്ടർ സ്റ്റോപ്പുകൾ, അതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി അതിൻ്റെ PPTകൾ തന്നിട്ടുള്ളതാണ്.
അപ്പോൾ ജസ്റ്റ് ബ്രീഫായിട്ട് പറയാണ്, ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ഓപ്പണിംഗ്. ഇപ്പോൾ ഡാം ഉണ്ടെങ്കിൽ അതിന് വെർട്ടിക്കലായിട്ട് കൊടുക്കുന്ന ഓപ്പണിങ്സിനെയാണ് നമ്മൾ ഷാഫ്റ്റുകൾ എന്ന് പറയാം. അത് പല ഇൻസ്പെക്ഷൻ ഇതിന് അല്ലെങ്കിൽ എലിവേറ്റേഴ്സ് കൊടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഷാഫ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കോൺക്രീറ്റ് ഡാംസ് ഒക്കെ ആണെങ്കിൽ അത് ഓരോ ബ്ലോക്കുകളായിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുക. ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ അതിനെ കോൺടാക്ട് ചെയ്ത അടുത്ത ബ്ലോക്കുകൾ അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ വെർട്ടിക്കൽ ജോയിൻറ്റ്സും അതേപോലെ ഹൊറിസോണ്ടൽ ജോയിൻറ്റ്സ് ഒക്കെ വരും. അപ്പോൾ ആ ജോയിൻറ്റുകളിൽ അതിൻ്റെ അവിടുത്തെ ഷിയർ എടുക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഇതിനെയാണ് ഷിയർ കീസ് എന്ന് പറയാം. ജോയിൻറ്റുകളിൽ രണ്ട് സെക്ഷൻ തമ്മിലുള്ള ജോയിൻറ്റുകൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഇതിനെയാണ് ഷിയർ കീസ് എന്ന് പറയാം. It is provided in order to transmit the vertical shearing stress across the section. നെക്സ്റ്റ് വാട്ടർ സ്റ്റോപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ കോൺക്രീറ്റ് ഡാംസിൻ്റെ ഇടയിൽ കൂടെ സീപ്പേജുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ജോയിൻറ്റുകളുടെ ഇടയിൽ കൂടെയാണ് സീപ്പേജുകൾ ഉണ്ടാകുക. അപ്പോൾ ആ സീപ്പേജിന് ഉള്ള പ്രൊവിഷൻ കൊടുത്തുകൊണ്ട് അതേപോലെ ബാക്കി ഡാമേജുകളൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രൊവിഷനെയാണ് വാട്ടർ സ്റ്റോപ്പുകൾ എന്ന് പറയുക. അപ്പോൾ ഇതിൽ this will provide passage for seepage water through the dam body. ഈ ഫിഗർ നോക്കിയാൽ കാണാം നിങ്ങൾക്ക്. ഇതാണ് വാട്ടർ സ്റ്റോപ്പുകൾ എന്ന് പറയുന്നത്. പല മെറ്റീരിയൽ ഉണ്ട്, പല മെറ്റീരിയൽ കൊണ്ടുള്ള വാട്ടർ സ്റ്റോപ്പുകൾ ഉണ്ട്. നോക്കിയാൽ റബ്ബർ വാട്ടർ സ്റ്റോപ്പ്, അതേപോലെ PVC വാട്ടർ സ്റ്റോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ട് ബ്ലോക്കുകളാണ്, അതിൻ്റെ ഇടയിൽ നമ്മൾ കൊടുത്തിരിക്കുകയാണ് ജോയിൻറ്റുകൾ. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിൽ കൂടെ നമുക്ക് സീപ്പേജ് വാട്ടറിനുള്ള പ്രൊവിഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് ജോയിൻറ്റുകളുടെ ഇടയിൽ കൂടെ പല രീതിയിലും സീപ്പ് ചെയ്ത് പോകും. പക്ഷേ ഇങ്ങനെ ഒരു പ്രൊവിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ മാത്രമേ സീപ്പ് ചെയ്ത് പോവുള്ളൂ. അപ്പോൾ നമുക്കതിനെ കൺട്രോൾ ചെയ്യാനോ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഗാലറി. ഗാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന ഓപ്പണിങ്ങിനെയാണ് ഗാലറി എന്ന് പറയുക. അത് പല ഷേപ്പുകളിലുണ്ടാവും. റെക്ടാങ്കുലർ ഷേപ്പ് അല്ലെങ്കിൽ എലിപ്സ്, അങ്ങനെ പല ഷേപ്പുകളിലുണ്ടാവും. ഇനി ഇതിൻ്റെ ടൈപ്സ് ഓഫ് ഗാലറി പല ടൈപ്പുകളുണ്ട്. ഫൗണ്ടേഷൻ ഗാലറി, ഡ്രെയിനേജ് ഗാലറി, ഇൻസ്പെക്ഷൻ, ഗ്രൗട്ടിംഗ്, ഗേറ്റ്. ഇത് ഓരോ പർപ്പസുകൾക്കായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഗാലറീസ് ആണ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ എക്യുപ്മെൻറ്റ്സിനുള്ള പ്രൊവിഷൻസ്, സ്പേസുകൾ കൊടുക്കുക. അതേപോലെ പൈപ്പ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂളിംഗ് ഓഫ് അതിന് വേണ്ടി കൊടുക്കുക. അതേപോലെ a gallery provides to assess the interior of the dam for inspection and maintenance. അപ്പോൾ ഇൻസ്പെക്ഷൻ ഗാലറി എന്ന് പറയുന്നത് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആൾക്കാർക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് വല്ല ലീക്ക് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ ഇൻസ്ട്രുമെൻറ്റ്സ് വെക്കാനായിട്ടുള്ള ഗാലറീസ്. അങ്ങനെ ഓരോ ടൈപ്പ് ഓരോ ഫങ്ഷൻസ് ഓഫ് ഗാലറീസ് ആണുള്ളത്. ഇനി നെക്സ്റ്റ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡാമിൻ്റെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ സീപ്പേജ് ഫ്ലോ, സീപ്പേജ് വാട്ടർ ക്ലാരിറ്റി, പീസോമെട്രിക് ലെവൽസ്, വാട്ടർ ലെവൽസ്, അങ്ങനെ പല ടേംസ് ഉണ്ട്, പാരാമീറ്റേഴ്സ് ഉണ്ട്. ഈ പാരാമീറ്റേഴ്സിനെയൊക്കെ നമുക്ക് മെഷർ ചെയ്യാനായിട്ടുള്ള ഡിവൈസുകൾ ഇൻസ്റ്റാൾ ചെയ്യണതിനെയാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഡിവൈസ് ദാറ്റ് ഈസ് ഇൻസ്റ്റാൾഡ് ടു മെഷർ ദ പർട്ടിക്കുലർ പാരാമീറ്റേഴ്സ് ഓഫ് ഇൻട്രസ്റ്റ്. ആ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് സീപ്പേജ് ഫ്ലോ ആവാം, അല്ലെങ്കിൽ പീസോമെട്രിക് ലെവൽസ് ആവാം, വാട്ടർ ലെവൽസ് ആവാം, അങ്ങനെ എർത്ത് കേക്കിൻ്റെ ഇതുകളാവാം. അപ്പോൾ അതൊക്കെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയാം. അപ്പോൾ ഇതതിൻ്റെ ഇത് കാണിച്ചിരിക്കുന്നതാണ്. ഡാമിൻ്റെ ഒരു സ്ട്രക്ചറിൽ പല ഇതാണ് സെക്ഷൻ കാണിച്ചിരുന്നത്. പല ഭാഗത്തായിട്ട് ഡിവൈസുകൾ സെറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 4th മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ഐഡിയ കിട്ടാനുള്ള മാത്രമാണ് ഈ സ്ലൈഡുകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള PPTകളൊക്കെ ഞാൻ അയച്ചു തന്നിട്ടുള്ളതാണ്. അതെന്നുള്ള ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ നിങ്ങളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക. പിന്നെ പ്രോബ്ലംസ് ഈ മൊഡ്യൂളിൽ വരാൻ ചാൻസ് ഉള്ളത് സ്റ്റെബിലിറ്റി അനാലിസിസ് ചെക്ക് ചെയ്യാനായിട്ട് പറയാം. അതേപോലെ പ്രാക്ടിക്കൽ പ്രൊഫൈൽ ഡിസൈൻ ചെയ്യാനുണ്ടാവും. അതേപോലെ ലിമിറ്റിംഗ് ഹൈറ്റ് കാണാനുണ്ടാവും. പിന്നെ ഈ പ്രിൻസിപ്പൽ സ്ട്രെസ്, നോർമൽ സ്ട്രെസ്, ഷിയർ സ്ട്രെസ് അത് കണ്ടുപിടിക്കാനുണ്ടാവും. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെയാണ് ഇതിൽ വരിക. സ്റ്റെബിലിറ്റി അനാലിസിസിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ പ്രോബ്ലംസ് ഞാൻ സോൾവ് ചെയ്തിട്ടുള്ളത് തരാം. അപ്പോൾ ഈ ഇത്രയും പോർഷൻസ് നിങ്ങൾ നോക്കുക. അതേപോലെ ബാക്കി തിയറികളും അതാണ് ഈ മൊഡ്യൂളിൽ വരാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നോക്കി പഠിക്കുക. ഓക്കെ, താങ്ക് യു.